ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നു. വിവാഹവും വിവാഹമോചനവും നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം എന്നതല്ല ഈ നിയമത്തെ ചർച്ചയാക്കുന്നത്. വിവാഹം രജിസ്റ്റർ ചെയ്യണമെങ്കിൽ പോലും മതമേലധ്യക്ഷന്റെയോ സമുദായ പ്രമാണിയുടെയോ അനുമതി വേണം എന്നതാണ്. ഈ അനുമതിയുമായി ചെന്നാലും രജിസ്ട്രാർക്ക് വേണമെങ്കിൽ നിഷേധിക്കാം എന്നതാണ്. ഒന്നിച്ചു താമസിക്കുന്ന ദമ്പതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് ഏതു നാട്ടുകാർക്കും കയറി പരിശോധിക്കാം എന്നതാണ്. ഒരു മേൽക്കൂരയ്ക്ക് താഴെ ഒരു പുരുഷനും സ്ത്രീയും കഴിയേണ്ടി വന്നാൽ അതിപ്പോൾ മറ്റ് കുടുംബാംഗങ്ങളോടൊപ്പമാണെങ്കിൽ പോലും ഈ നിയമം അനുസരിച്ച് അറസ്റ്റ് ചെയ്യാം, ശിക്ഷിക്കാം, 3 മുതൽ 6 മാസം വരെ തടവും കിട്ടാം, 10,000 മുതൽ 20,000 രൂപ വരെ പിഴയും അടയ്ക്കേണ്ടി വരും. മതവും ജാതിയും സമുദായവും ബാധകമല്ലാതെ എല്ലാവർക്കും ഒരേ നിയമം എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു നിയമം പോലും കല്യാണം രജിസ്റ്റർ ചെയ്യാൻ മതമേലധ്യക്ഷന്റെ കത്ത് നിർബന്ധമാക്കുകയാണ്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ഏകീകൃത സിവിൽ നിയമത്തിലും മതമേലധ്യക്ഷ ഭരണമോ? മതനിയമങ്ങൾ അപ്രസക്തമാകുമെന്ന് പറഞ്ഞിട്ട് അസാധുവായത് ഇന്ത്യൻ മാരേജ് ആക്ട് ആണ്. ഒരു മതമേലധ്യക്ഷന്റെയും സമുദായ മേധാവിയുടെയും സമ്മതമില്ലാതെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള സംവിധാനമാണ് ഇതോടെ അസാധുവായത്. വിവാഹമോചനവും രജിസ്റ്റർ ചെയ്യണം എന്ന നിയമം തലാഖ് ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടെയാണ്. പ്രായപൂർത്തിയായ പുരുഷനും സ്ത്രീക്കും സ്വന്തം ഇഷ്ടപ്രകാരം എവിടെയും താമസിക്കാമെന്ന സുപ്രീം കോടതി വിധിയെയാണ് ഈ നിയമം ലംഘിക്കുന്നത്. ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാമെന്നും ആരൊക്കെ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ലെന്നും ഈ നിയമത്തിൽ എഴുതി ചേർത്ത് വച്ചിരിക്കുകയാണ്. 7 തലമുറ മറിയാതെ ബന്ധുക്കൾ വിവാഹം കഴിക്കരുത് എന്ന ചട്ടമുള്ള മതങ്ങളുണ്ട്. അതിലും കർക്കശമായി ബന്ധങ്ങളെ നിർവചിക്കുകയാണ് ഏകീകൃത സിവിൽ നിയമം. ഒന്നിച്ചു താമസിക്കുന്ന ഏത് പുരുഷനും സ്ത്രീക്കും മതമേലധ്യക്ഷന്മാരുടെ അനുമതി വേണം. അത് നൽകേണ്ടത് കുടുംബം പ്രാർത്ഥിക്കുന്ന ആരാധനാലയത്തിലെ കാർമ്മികനോ അല്ലെങ്കിൽ സമുദായ നേതാവോ ആകണം. മതവും ജാതിയും സമൂഹത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള നിയമപരമായ ഉത്തോലകം കൂടിയാക്കുകയാണ് ഏകീകൃത സിവിൽ നിയമത്തെ എന്നാണ് ആരോപണം. വ്യക്തി ജീവിതത്തിലെ തീരുമാനങ്ങളിൽ മതത്തിനും സമുദായത്തിനും പങ്കില്ലാതെ സ്വതന്ത്രരായി പറക്കുന്നവരുടെ തലമുറകളാണ് ലോകത്ത്. അവിടെയാണ് സമുദായ രജിസ്ട്രേഷൻ നിർബന്ധമാക്കി ഏകീകൃത സിവിൽ നിയമം വരുന്നത്. ഒന്നിച്ചു താമസിക്കാൻ അനുവാദമില്ലാത്ത 74 ബന്ധങ്ങളാണ് ഉത്തരാഖണ്ഡിലെ നിയമം പറയുന്നത്. ഈ ബന്ധങ്ങളിലുള്ളവരല്ല ദമ്പതികൾ എന്ന് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് സമുദായ മത മേലാധികാരികളാണ്. ആ സർട്ടിഫിക്കറ്റ് സ്വീകരിച്ച് തീരുമാനമെടുക്കേണ്ടത് രജിസ്ട്രാറും. സമുദായം സർട്ടിഫിക്കറ്റ് നൽകിയാൽ പോലും രജിസ്ട്രാർക്ക് അവരുടെ ഒന്നിച്ചുള്ള താമസം അസാധുവാണെന്ന് വിധിക്കുകയും ചെയ്യാം. സത്യത്തിൽ സദാചാര പോലീസിംഗിനുള്ള വലിയ വഴി തുറക്കുകയാണ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുന്ന ഈ ഏകീകൃത സിവിൽ നിയമം. ആണും പെണ്ണും ഒരു വീട്ടിൽ താമസിക്കാൻ കർശന നിയന്ത്രണങ്ങളാണ് ഈ നിയമം പറയുന്നത്. മൈനർമാരല്ലാത്ത പുരുഷനും സ്ത്രീയും മറ്റു ബന്ധുക്കൾക്കൊപ്പമോ അല്ലാതെയോ ഒന്നിച്ചൊരു വീട്ടിൽ താമസിക്കണമെങ്കിൽ ഈ നിയമം ബാധകമാണ്. വാടകയ്ക്കെടുത്തതോ വാങ്ങിയതോ അതല്ലെങ്കിൽ ഇരുവരിലും ഒരാൾക്ക് അവകാശമുള്ളതോ ആരെങ്കിലും ഒരാളുടെ പേരിലുള്ളതോ ഇതൊന്നുമല്ലെങ്കിൽ ഇരുവരിൽ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ പേരിലുള്ളതോ ആയ ഒറ്റ മേൽക്കൂരയ്ക്ക് കീഴെ താമസിക്കുന്നതിനാണ് വിലക്കുള്ളത്. മാതാപിതാക്കളും മക്കളും അല്ലാതെ ആരും ഒന്നിച്ചു താമസിക്കാൻ പുറപ്പെട്ടാൽ സർട്ടിഫിക്കറ്റ് ചോദിച്ച് പോലീസിന് മാത്രമല്ല നാട്ടുകാർക്കും ചോദ്യം ചെയ്യാം. ആ നിലയിലേക്കാണ് ഈ നിയമത്തിലെ വ്യാഖ്യാനങ്ങൾ പോകുന്നത്. കാരണം വിവാഹം അനുവദനീയമല്ലാത്ത ബന്ധങ്ങൾ പോലും നിർവചിച്ചു കഴിഞ്ഞതിനാൽ ബന്ധുവീടുകളിൽ വിരുന്നു പോയി താമസിക്കുന്നത് പോലും സംശയത്തിന്റെ കണ്ണോടെ നോക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത്. ഇരുവരുടെയും പരസ്പര സമ്മതത്തോടെയുള്ള ലിവ് ഇൻ റിലേഷൻഷിപ്പും കോഹാബിറ്റേഷനും സുപ്രീം കോടതി വരെ അംഗീകരിച്ചതാണ്. എന്നാൽ ഉത്തരാഖണ്ഡിലെ നിയമം അനുസരിച്ച് മതമേലധ്യക്ഷന്മാരുടെ അനുമതി ഇല്ലെങ്കിൽ ഇവ നിയമവിരുദ്ധമാണ്. ഒന്നിച്ചു താമസിക്കാൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ്. ഓരോരുത്തരുടെയും പൂർവ്വ ബന്ധങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളും ഇനി ആർക്കും പരിശോധിക്കാം എന്നതാണ് നിയമത്തെ വിവാദമാക്കുന്ന മറ്റൊരു ഭാഗം. വിവാഹാലോചന എന്ന പേരിൽ ചെന്നാൽ ഒരാൾ ആരോടൊക്കെ ഒപ്പം താമസിച്ചിട്ടുണ്ട് എന്നുവരെ പൂർവ്വ രേഖകൾ സഹിതം രജിസ്ട്രാറിൽ നിന്നും ശേഖരിക്കാനും കഴിയും. ദമ്പതികൾ ഒരു വീട് വാടകയ്ക്കെടുക്കാൻ പുറപ്പെട്ടാൽ വിവാഹം രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് നിർബന്ധമായും നൽകണം. അത് വാങ്ങിവെക്കേണ്ടത് വീട്ടുടമയുടെ ബാധ്യതയുമാണ്. വിവാഹിതനായ ഒരാളെ സ്വന്തം പങ്കാളിക്കൊപ്പമല്ലാതെ മറ്റൊരു വീട്ടിൽ നിന്ന് പിടികൂടിയാലും പിഴയും തടവും ശിക്ഷയുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ താമസിക്കുന്നവരുടെ ബന്ധം എന്താണെന്ന് അന്വേഷിക്കാൻ രജിസ്ട്രാർക്ക് പ്രതിനിധികളെ അയക്കാം.
ഏകീകൃത സിവിൽ നിയമം വ്യക്തികളെ സ്വതന്ത്രരാക്കുകയല്ല, മതങ്ങളിലേക്ക് കൂടുതൽ കെട്ടിയിടുകയാണ് ഉത്തരാഖണ്ഡിൽ. നിയമം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞതുതന്നെ ഇനി സംസ്ഥാനത്ത് നിയമവിരുദ്ധ ബന്ധങ്ങൾ ഉണ്ടാകില്ല എന്നാണ്. അവിടെ നിയമവിധേയ ബന്ധം ഉണ്ടാകാൻ വേണ്ടത് സമുദായ നേതാവിന്റെ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് വഞ്ചി പിന്നെയും അടുക്കുന്നത് മതജാതിക്കടവിലേക്കാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും.